അമ്മ ഇത് ഏത് കിറ്റ് വെച്ചാ അമ്മ ഉണ്ടാക്കുന്നത്? ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഇത് അറേബ്യൻ മന്തി കിറ്റ് എന്ന് പറഞ്ഞ കിറ്റാണ്. ഇത് വെച്ചാണ് ഞാനിപ്പോൾ മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഒരു കിലോ അരിയുടെയാണിത് മന്തി കിറ്റ്. ഇത് വെച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാ ശരി, തുടങ്ങി. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇട്ടേക്കുന്നത് അമ്മ? ഇതിനകത്ത് ഇട്ടേക്കുന്നത് ആദ്യം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കും. ഒഴിച്ചിട്ട് പട്ട, ഏലക്ക, ഗ്രാമ്പു ഇതിടും. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ 1 കിലോ അരിക്കാണെങ്കിൽ ഒരു 2 സവോള കട്ട് ചെയ്തത് ഇട്ട് വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടുന്നത് ഒരു തക്കാളി, 2 തക്കാളി പേസ്റ്റാക്കി ചേർക്കും. പിന്നെ നമ്മളിടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കും. എന്നിട്ട് മാഗി ക്യൂബ് ഒരു 2 എണ്ണം ഇടും. അതെല്ലാം കൂടി വഴറ്റും. ക്യാപ്സിക്കം ഇടും. എല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റ് പോലെ ഇട്ട് വഴറ്റും. അപ്പോൾ പച്ചമണം മാറുന്നവരെ നമ്മൾ വഴറ്റണം. അപ്പോൾ അങ്ങനെ നമ്മൾ മന്തി ഉണ്ടാക്കുവാണ്. മന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പച്ചമണം മാറുന്നവരെ നമ്മൾ വഴറ്റും. നന്നായിട്ട് അതിന് പച്ചമണം മാറണം. ഇങ്ങനെ കുഞ്ഞി ചെറിയ ഇതായി പേസ്റ്റ് ഉള്ളൂ ശരിയാകും. നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. അതായത് ഈ ചിക്കന് 2 കിലോ ചിക്കനാണ്. അതിൻ്റെ പീസസ് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ചൂടുവെള്ളം എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചോറ് വേവാനുള്ള വെള്ളം കൂടെ വേണം. അപ്പം നമ്മൾ ഈ വെള്ളം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കണം. ഉപ്പ് കുറവാണ്. ശകലം ഉപ്പിടാം. കുറച്ച് ഉപ്പിട്ടാൽ മതി. നമുക്ക് ചിക്കന് ഇതിനെടുത്തിട്ട് വേറെ ഒന്ന് മസാല ഒന്ന് പരത്താനുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ചിക്കൻ്റെ പീസസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ചിക്കൻ്റെ പീസസ് ഇടുമ്പോഴത്തേനും ഇതുകൊണ്ടൊന്ന് കുത്തി കൊടുക്കണം. അതായത് മസാല എല്ലാം ചിക്കനിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നത്. എന്നാലേ അതിനകത്തോട്ട് മസാലയൊക്കെ ഇറങ്ങത്തുള്ളൂ. ചിക്കൻ്റെ ഒരു കൊഴുപ്പൊക്കെ ഇറങ്ങി നമുക്ക് പിടിക്കത്തുള്ളൂ. അതുപോലെ എല്ലാ പീസും നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് പകുതി വേവാകുന്നതിന് വരെ ഒന്ന് ഇളക്കി പകുതി വേവാൻ അടച്ചു വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് തുറന്നിട്ട് നമ്മുടെ മന്തി മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് നമുക്ക് ചിക്കനിൽ പുരട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. കുറച്ച് അതിനകത്തിടണം, ബാക്കി അതിനകത്തിടണം. ഇപ്പം നമ്മൾ മന്തി മസാല ഇട്ടേക്കുവാണ്. മന്തി മസാല ഇനി മിക്സ് ചെയ്യണം. ഇനി നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലായിടത്തും ആകുന്ന രീതിയിൽ. ഇച്ചിരി വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. നന്നായിട്ട് ചിക്കനിൽ എല്ലാം ഒന്ന് ആകുന്നതിന് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കത് അടച്ചു വെക്കാം. ചിക്കൻ പകുതി വേവായി കഴിഞ്ഞപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലൂടെ അതിൻ്റെ പീസെല്ലാം എടുത്ത് മാറ്റി വെച്ചു. നമുക്ക് വേറെ മസാല പുരട്ടി ഫ്രൈ ചെയ്യേണ്ടതാണ്. നമ്മൾ ചിക്കൻ പീസ് എല്ലാം ഗ്രേവിയിൽ നിന്ന് എടുത്ത് മാറ്റി അതിനുശേഷം
കുറച്ച് മസാല വരട്ടി വെച്ചിട്ടാണ്. അതായത് മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മന്തി മസാലയുടെ കുറച്ച് ഇത്, പിന്നെ നാരങ്ങാനീര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടെ പെരട്ടി മിക്സ് ആക്കിയിട്ട് ശകലം ഫുഡ് കളർ കൂടെ ചേർത്ത് ഞാൻ, അതായത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് നിറം വരാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ പെരട്ടി നന്നായിട്ട് പെരട്ടി വെച്ചിരിക്കുകയാണ്. ഇതൊരു അരമണിക്കൂർ ഇരിക്കട്ടെ. അരമണിക്കൂർ വേണ്ട, എന്നാലും ഒരു അരമണിക്കൂർ മാക്സിമം ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ചിക്കൻ പീസ് എല്ലാം വരട്ടി വെച്ചത് ഒരു ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് വറുത്തെടുക്കാം. അധികം വറുത്തണ്ട, പകുതി വെന്തതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പം നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം നമ്മൾ നന്നായിട്ട് വറുത്ത് കോരിയിട്ടാണ്. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഡീപ് ഫ്രൈ ആക്കണ്ട, നമ്മൾ ഹാഫ് ബോയിൽഡ് ചെയ്തുകൊണ്ട് നമ്മൾ പകുതി നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്ത് മോഡലിൽ കിട്ടാനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഒത്തിരി എണ്ണയൊന്നും ഒഴിച്ച് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ പീസസും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നീതി പിടിക്കട്ടെ. അടുത്ത് നമുക്ക് ചോറ് റെഡിയാക്കാം. മന്തി ചോറ് നമുക്ക് റെഡിയാക്കാം. ഇനി നമ്മൾ മന്തിക്കുള്ള റൈസ് തയ്യാറാക്കാൻ പോവാണ്. ഇത് ഞാൻ ഒരു മണിക്കൂർ മുമ്പേ കഴുകിയിട്ട് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ കുത്തു വെച്ചതാണ്. അപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ റൈസ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതൊന്ന് മന്തി റൈസാണ്, അതായത് ബിരിയാണി റൈസ് അല്ല, ബസുമതി റൈസ് അല്ല, ബിരിയാണിക്കുള്ള ബസുമതി റൈസ് അല്ല. ഇത് മന്തിക്കിനകത്തുള്ള ഒരു ഗോൾഡൻ കളറുള്ള ഒരു തരം റൈസാണ്. ഇതിന് ഇച്ചിരി വേവ് കൂടുതലുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചത്. ഇനിയിപ്പം നമുക്ക് ചോറ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് നമ്മുടെ നേരത്തെ ഗ്രേവിക്കകത്ത് നമ്മുടെ ഇറച്ചി മാറ്റുന്നതിന് ഹാഫ് ബോയിൽഡ് ഇറച്ചി മാറ്റുന്നതിന് മുമ്പിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തിരുന്നു. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിന് ഈ റൈസിന് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ച് എടുത്തിട്ടുണ്ട്. അതായത് കുതിർത്ത് വെച്ചുകൊണ്ട് അത്രയും നമുക്ക് മതി, ആ റൈസിന് അത്രയും വെള്ളം മതി. അപ്പം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ 5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത്ര എടുത്തിട്ടുണ്ട് വെള്ളം. എന്നിട്ട് നമ്മൾ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. അരി നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പും കൂടി ഇടാം. ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ആദ്യം നന്നായിട്ട് തീ കൂട്ടി ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. അതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വേവിക്കാം. അതിൽ നന്നായിട്ട് തിളക്കട്ടെ. നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ചോറും വെള്ളം കൂടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം മറന്നുപോയായിരുന്നു. ഇത് ഉണക്ക നാരങ്ങയാണ്, അത് ഞാൻ ഇടാൻ മറന്നുപോയായിരുന്നു. അതിപ്പോൾ ഇടുവാണ്. അത് ഞാൻ ഇടാനായിട്ട് വിട്ടുപോയിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ ഇട്ടൊന്ന് തിളപ്പിച്ച് അതും കൂടി ഇട്ടൊന്ന് തിളപ്പിക്കാൻ പോവാണ്. കുറച്ച് ഒരു 5 മിനിറ്റ് തിളക്കട്ടെ. അപ്പം നമ്മുടെ ചോറും അരിയെല്ലാം കൂടെ അരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചു. നല്ല തിളയ്ക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 10-15 മിനിറ്റ് തീ കുറച്ച് സിമ്മിലിട്ട് വെക്കാം. എന്നിട്ട് നന്നായിട്ടത് വേവട്ടെ.
ഓരോ അരിക്ക് ഓരോ വേവാണ്. അതുകൊണ്ട് നമുക്ക് ഒരു 15 മിനിറ്റ് എന്തായാലും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചോറെല്ലാം റെഡിയായതിന് ശേഷം ഞാൻ ആ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇതിനകത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമ്മളിപ്പോൾ ഒരു ചാർക്കോൾ ഒരു ബൗളിനകത്ത് ഇട്ടിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പുക പോലെ വരും. അത് വേണം ഈ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അതിന് പകരം ഞാനൊരു ചിരട്ടയുടെ ഇതാണ് കത്തിച്ചിട്ട് ഒരു ബൗളിനകത്ത് വെക്കുകയാണ്. ബൗളിനകത്തൊന്ന് കുഴിച്ച് താത്തിറക്കി വെക്കണം. അത് കൈ പൊള്ളാൻ സൂക്ഷിക്കണം. നമ്മളത് കത്തിച്ച് വെക്കണം. എന്നിട്ട് അതിനുശേഷം നമ്മൾ അതിനകത്ത് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, നല്ല പുക വരുന്നുണ്ട്, സ്റ്റീം പോലെ വരുന്നുണ്ട്. ആ സ്റ്റീം ആ സ്മെല്ലിന് വേണ്ടിയിട്ടാണ് നമ്മളതിൻ്റെ ഇതിനകത്തോട്ട് എല്ലാ സ്മെല്ലും ഇറങ്ങണം. അത് നമ്മൾ നന്നായിട്ട് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കണം. നന്നായിട്ട് സ്റ്റീം ആകുന്നതിൻ്റെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നന്നായിട്ട് സ്റ്റീം ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്മെല്ലാണ് ഈ മന്തി റൈസിന് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ ഇത് അടച്ചൊരു 15 മിനിറ്റ് വെക്കുക. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ മന്തി അങ്ങനെ റെഡിയായിരിക്കുകയാണ്. എന്ത് സ്മെല്ലാണ്, നല്ല മണമാണ് വരുന്നത്. നമ്മുടെ ആ വെച്ചിരുന്ന പാത്രത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ആവിയൊക്കെ പോയി എല്ലാം അതിനകത്ത് പിടിച്ച് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ മണമാണ് ഇതിന്. മന്തിച്ചോറിന് നല്ല മണമുണ്ട്. ഇപ്പോൾ നമ്മുടെ മന്തി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനിപ്പം നമ്മുടെ മന്തി ഇങ്ങനെ റെഡിയായിട്ട് നമ്മളിവിടെ മൂടി വെച്ചു. നിങ്ങളെ ഒന്നുകൂടെ തുറന്ന് കാണിക്കാം. നല്ല അടിമണിയായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് അടച്ച് വെക്കുമ്പോഴത്തേനും ഈ സ്റ്റീം ചെയ്യാൻ വേണ്ടി അടച്ച് വെക്കുമ്പോൾ ഇത് ഈ ഒരു ചെറിയ ടൂത്ത് പിക്ക് പോലെ ഞാൻ എൻ്റെ സൈഡിൽ ഈ ഹോളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പുറത്തേക്ക് സ്റ്റീം പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോയിൽ പേപ്പർ വെച്ച് മൂടിയിട്ട് ഇതിൻ്റെ പുറത്ത് ഈ അടപ്പ് വെക്കണം. അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ സ്റ്റിക്ക് വെച്ച് അടച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ മന്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കത് കഴിക്കാം. എല്ലാവരും ഇവിടെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. കുറച്ച് കൂടുതൽ അതുകൊണ്ട് ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ മന്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനോട് ഞങ്ങൾ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്നത് തക്കാളി ചട്നിയും മയോണീസുമാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ വേറെ ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഉണ്ടാക്കി നോക്കുക. ഇത് ഇത്രയും കൂടുതലായതുകൊണ്ടാണ് ഇത്രയും താമസം വന്ന്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്, എളുപ്പമുള്ളതാണ്. നമുക്ക് കുഴിയൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അതിൻ്റെ റിസൾട്ട് എന്നെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.